കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഈയിടെ പുറത്തിറക്കിയ ഒരു ഉത്തരവ് വളരെയേറെ വിവാദമായിരിക്കുകയാണ്. ആ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സംഘടനകൾ അവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ സെമിനാറുകളും ചർച്ചകളും ജില്ലാ തലത്തിലും സ്കൂൾ തലത്തിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ വിവാദമായിട്ടുള്ള ഉത്തരവിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് 8ാം ക്ലാസ് മുതൽക്ക് പൊതുപരീക്ഷയിൽ എഴുത്തു പരീക്ഷയിൽ 30% കിട്ടാത്ത കുട്ടികളെ തോൽപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിനൊരു അടിസ്ഥാനമുണ്ട്, ഒരു ബേസ് ഉണ്ട്. എന്നുവെച്ചാൽ കേന്ദ്ര സർക്കാർ 3, 5, 8 ക്ലാസ്സുകളിൽ പൊതുപരീക്ഷ വേണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും അത് സ്വീകരിച്ചു. അതിനനുസരിച്ച് അവർ കുട്ടികളെ തോൽപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ആ നയം സ്വീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 8ാം ക്ലാസ്സിലേക്ക് മാത്രമായിട്ട് കേരള സർക്കാർ ആ നിയമം അംഗീകരിക്കുകയാണ്. കുട്ടികളെ തോൽപ്പിക്കണം, 30%-ൽ കുറവ് മാർക്ക് കിട്ടിയ കുട്ടികളെ തോൽപ്പിക്കണം എന്നൊരു നിലപാടിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ആ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓളവും അതിൻ്റെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ആ തീരുമാനം വന്നതിന് ശേഷം കുറേ വിദ്യാഭ്യാസ സെമിനാറുകളിലും സ്കൂളുകളിലൊക്കെ ഞാൻ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തോന്നുന്നൊരു കാര്യം, രക്ഷിതാക്കൾ പലരും ഈ തീരുമാനത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ തോൽപ്പിക്കുകയാണ് വേണ്ടത്. അവർ പലരും ഒരു പടി കൂടെ കഴിഞ്ഞ് കുട്ടികളെ തല്ലി പഠിപ്പിക്കണം എന്ന് വരെ പറയുന്നുണ്ട്. അവരുടെ പൊതുബോധം അങ്ങനെയാണ്. അങ്ങനെ തല്ലി പഠിപ്പിക്കാനൊക്കെ വഴങ്ങുന്ന ഒരു വസ്തുക്കളാണ് ഈ കുട്ടികളെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അധ്യാപകരും കുറേ പേരെങ്കിലും ഈ തീരുമാനത്തോട് യോജിക്കുന്നവരാണ്. മാത്രമല്ല, ഒരു പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ തോൽക്കണ്ടേ, അല്ലെങ്കിൽ എന്തൊരു പരീക്ഷയാണ് എന്ന തരത്തിലൊക്കെ ചിന്തിക്കുന്ന അധ്യാപകരുണ്ട്. എന്നാൽ അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, വ്യത്യസ്ത സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളോട് ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ ഒരു കുട്ടി പോലും ഈ തോൽപ്പിക്കുന്ന സമ്പ്രദായം വേണ്ടതാണ്, അല്ലെങ്കിൽ തോൽപ്പിച്ചാൽ ഞങ്ങൾ ഗൗരവമായിട്ട് കൂടുതൽ നന്നായിട്ട് പഠിക്കുമെന്നൊരു കുട്ടി പോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം ചില നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില പൊതുബോധമുണ്ട്. ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും പാസ്സാകുന്ന പരീക്ഷ ഒരു പരീക്ഷയേ അല്ല. പരീക്ഷ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ തോൽക്കണം, അങ്ങനെയൊരു ധാരണയുണ്ട്. ഓൾ പ്രൊമോഷനാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകരാനും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഇല്ലാതാവാനൊക്കെ കാരണം. എല്ലാവരും ജയിക്കുന്ന ആ ഓൾ പ്രൊമോഷൻ്റെ സിസ്റ്റമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. അതുപോലെ A+ കിട്ടിയ കുട്ടികൾക്ക് പലർക്കും എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ, അല്ലെങ്കിൽ അതുപോലെ പുറമേയുള്ള നമ്മുടെ സാംസ്കാരിക നേതാക്കന്മാരായിട്ടുള്ള എഴുത്തുകാരും അവരൊക്കെ ഇങ്ങനെ കാഷ്വലായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്ന്, ദേശീയ മത്സര പരീക്ഷകളിൽ എൻട്രൻസ് പോലെയുള്ള നീറ്റ് അങ്ങനെ പോലെയുള്ള പരീക്ഷകളിലൊക്കെ കേരളത്തിലെ കുട്ടികളുടെ പെർഫോമൻസ് മോശമാണ്. അതിന് കാരണം ഇവിടെ എല്ലാവരും ജയിക്കുന്നതാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് പോലും നമ്മൾ പരിഗണിക്കാതെ പോകുന്നൊരു കാര്യം, കേരള സിലബസിലുള്ള കേരളത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ SCERTയുടെ സിലബസിലുള്ള കുട്ടികൾ എല്ലാവരും ജയിക്കുന്നതിലേ നമ്മളെ രക്ഷിതാക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും പരിഭ്രമമുള്ളൂ. CBSEക്കാർ 100% ജയിക്കുന്നതിൽ ആർക്കും ഒരു പരിഭ്രമമില്ല. കാരണം അവരുടെ കുട്ടികളൊക്കെ CBSEയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വിഷയമല്ല അവർക്ക്. കേരള സ്റ്റേറ്റ് സിലബസിൽ ഇങ്ങനെ 100% ആളുകളെ ജയിപ്പിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ചില സ്കൂളുകൾ റിസൾട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടി കൃത്രിമം കാണിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ സമൂഹത്തിലുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് കുറേ പേര് തോൽക്കേണ്ടതൊരാവശ്യമാണ് എന്നൊരു ധാരണയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നം, എന്തിനാണ് പരീക്ഷ എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുറേ ആൾക്കാരെ അരിച്ചുമാറ്റി വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് പുറത്താക്കാനാണോ, അല്ലെങ്കിൽ തോൽപ്പിക്കാൻ വേണ്ടിയാണോ, വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടോ എന്നുള്ളതാണ്. പരീക്ഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറേ ലക്ഷ്യങ്ങളുണ്ട് പരീക്ഷയ്ക്ക്. ഇപ്പോൾ സാധാരണ നമ്മൾ വാർഷിക പരീക്ഷയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പഠന ലക്ഷ്യങ്ങൾ കുട്ടികൾക്ക് എത്ര ശതമാനം കിട്ടി, എത്രമാത്രം കിട്ടി എന്നറിയാനും, അഥവാ ഏതെങ്കിലും കുട്ടികൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടാൻ എന്താണ് വഴി എന്ന് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും, ഇനി അഥവാ ഒരു ടീച്ചർക്ക്, ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകന് തൻ്റെ കുട്ടികൾ മുഴുവനും പഠന ലക്ഷ്യം ആർജിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ പഠന രീതിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ
ഞാൻ പഠിപ്പിക്കുന്ന രീതിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ഞാൻ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? ഞാൻ എന്നെ തന്നെ നവീകരിക്കേണ്ടതുണ്ടോ? എന്നെ തന്നെ പുതുക്കേണ്ടതുണ്ടോ? എന്നൊക്കെ ചിന്തിക്കാനും മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഇടപെട്ടുകൊണ്ട് കുട്ടിയുടെ വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. അതാണ് പരീക്ഷയുടെ ഒരു പ്രധാനമായിട്ടുള്ള. അപ്പോൾ അധ്യാപകർക്ക് സ്വയം വിലയിരുത്താനുള്ളൊരു ടൂൾ കൂടിയാണ്. ചിലപ്പോൾ SLC +2 പോലുള്ള പരീക്ഷയിലാണെങ്കിൽ ആ പരീക്ഷ കഴിഞ്ഞാൽ കുട്ടിക്ക് അടുത്ത തൻ്റെ വഴി ഏതാണ്, താൻ തുടർന്ന് പഠിക്കേണ്ട ഏത് വിഷയമാണ് എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഈ പരീക്ഷ ഉപകരിച്ചേക്കാം. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും കുറേ ആൾക്കാരെ തോൽപ്പിച്ച് വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്നും പുറത്തു നിർത്തുക എന്നുള്ളത് പരീക്ഷയുടെ ഒരു ലക്ഷ്യം അല്ല. അങ്ങനെയല്ല അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൾ പ്രൊമോഷൻ ആണ് ഏറ്റവും വലിയ വില്ലൻ എന്നാണ് നമ്മുടെ ഒരു സമൂഹം, കേരളത്തിലെ സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പും അതിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെ ധരിക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരൊക്കെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ 2,80,000 അധ്യാപകരും ജീവനക്കാരും കൂടിയുണ്ട് വിദ്യാഭ്യാസ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ. അതിന് അവർ ആ അധ്യാപകർ ക്ലാസ് എടുക്കുന്നതിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഹെഡ് മാസ്റ്റർമാരുണ്ട്, ഹെഡ് മിസ്റ്റേഴ്സ്മാരുണ്ട്. അതിൻ്റെ മേലെയുള്ള ബോഡി എന്നുള്ള നിലയ്ക്ക് AE ഉണ്ട്, DE ഉണ്ട്, ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, BRCകളുണ്ട്, ക്ലസ്റ്ററുണ്ട്. അതേപോലെ നമ്മുടെ ഡയറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്, SCRT പോലെ SSK പോലുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ ചുമതല എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവരുടെ പഠന ലക്ഷ്യങ്ങൾ കിട്ടിയോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താനാണ്. അപ്പോൾ അധ്യാപകർക്ക് പിന്തുണ കൊടുക്കണം. അത് ഹെഡ് മാസ്റ്ററുടെ ഉത്തരവാദിത്തമാണ്, ഹെഡ് മിസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അധ്യാപകർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇടപെടണം. അങ്ങനെ ഹെഡ് മിസ്റ്റേഴ്സും സ്കൂളിലെ അധ്യാപകരുടെ കാര്യത്തിൽ BRCയുടെ ഇടപെടലുണ്ടായിരിക്കണം. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കുട്ടികൾക്ക് പഠന ലക്ഷ്യം നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ ഇടപെട്ട് പരിഹരിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും അധ്യാപകരുടെയും മേലുദ്യോഗസ്ഥന്മാരുടെ വലിയൊരു നിരയുണ്ട്. ഒരു കുട്ടി 10 വർഷം സ്കൂളിൽ പോയി പഠിച്ചിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ബഹുഭൂരിപക്ഷം കുട്ടികളും A+ കിട്ടിയ കുട്ടിക്ക് പോലും എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ, സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, സത്യമാണെന്ന് നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ അവിടെ തോറ്റുപോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ 2,80,000 ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും ഓഫീസർമാരടക്കമുള്ള ആൾക്കാരാണ് ആദ്യം തോൽക്കുന്നത്. ആദ്യം ശിക്ഷിക്കേണ്ടത് അവരെയാണ്. ഈ കണ്ണിയിൽ അധ്യാപകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, രക്ഷിതാക്കളുണ്ട്, സമൂഹമുണ്ട്. ഈ കണ്ണിയിൽ ഏറ്റവും അവസാനത്തെ റോള് മാത്രമേ കുട്ടിക്കുള്ളൂ. കുട്ടി തോറ്റുപോകുന്നത് കുട്ടിയുടെ കുറ്റം കൊണ്ടല്ല. അപ്പോൾ ശിക്ഷിക്കേണ്ടത് കുട്ടിയെയല്ല, നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ഈ സംവിധാനങ്ങളാണ് സ്വയം മെച്ചപ്പെടുത്തുകയും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവുകയും വേണ്ടത്. എന്താണ് സംഭവിക്കുക? 30% മാർക്ക് കിട്ടാത്ത കുട്ടികളെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് 8ാം ക്ലാസ് മുതൽക്ക് തോൽപ്പിക്കാൻ തീരുമാനിച്ചാൽ എന്താണ് സംഭവിക്കുക? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികളെല്ലാവരും എടുത്തു പറയുന്നൊരു കാര്യം, 7ാം ക്ലാസ്സിൽ നിന്ന് വളരെ സന്തോഷത്തോടു കൂടി 8ാം ക്ലാസ്സിലേക്ക് ജയിച്ച് ഒരു 40 കുട്ടികളുടെ ബാച്ചാണെന്ന് വിചാരിക്കാം. ആ 40 കുട്ടികൾ 8ാം ക്ലാസ്സിൽ ഒരു കൊല്ലം മുഴുവൻ പഠിക്കുന്നു. അതിൽ നമ്മൾ കുറച്ച് കുട്ടികളെ, ഒരു 10 കുട്ടികളെ തോറ്റുപോയിട്ട് അവിടെ തന്നെ നിർത്തുന്നു. 30 പേരെ അടുത്ത ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുന്നു. അതിനുശേഷം 7ാം ക്ലാസ്സിൽ ജയിച്ചു വരുന്ന പുതിയ കുട്ടികളോടൊപ്പം ഈ തോറ്റിരിക്കുന്ന 10 കുട്ടികളോട് ഇരിക്കേണ്ടി വരികയാണ്. അത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടികളുടെ മാനസിക നില എന്തായിരിക്കും? അവരുടെ മനസ്സിലുണ്ടാകുന്ന അതിനെ അവരെങ്ങനെയായിരിക്കും അഭിമുഖീകരിക്കുക? അവരെന്തുമാത്രം മാനസിക സംഘർഷം അനുഭവിക്കും? അവർക്ക് എന്തുമാത്രം അവരെക്കുറിച്ച് തന്നെ അപകർഷതാബോധം തോന്നും? പൊതുസമൂഹത്തിന് മുമ്പിൽ അവർക്ക് മുഖത്തു നോക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവില്ല. ഈ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ വ്യക്തിപരമല്ലാതെ, വ്യക്തിനിഷ്ഠമല്ലാതെ ഒരു പൊതുസമൂഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള നിലക്ക് നമ്മൾ ഇതിനെ പരിശോധിക്കുമ്പോൾ 2024 SSLC പരീക്ഷയുടെ റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ടിൻ്റെ പാറ്റേൺ ഒന്ന് നമുക്ക് പരിശോധിക്കാം. ആ റിസൾട്ടിൻ്റെ പാറ്റേൺ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ D എന്ന വിഭാഗത്തിലും C എന്ന വിഭാഗത്തിലും വരുന്ന, അത് D ഗ്രേഡും C ഗ്രേഡും വരുന്ന 1,19,320 അല്ലെങ്കിൽ 1,20,000 എന്ന് വെക്കുക, 1,20,000 കുട്ടികളുണ്ട്. ഈ കുട്ടികളായിരിക്കും 30% മാർക്കില്ലാത്തതുകൊണ്ട് 8ാം ക്ലാസ്സിൽ തോറ്റ് പുറത്തേക്ക് പോകേണ്ടി വരിക, 9ാം ക്ലാസ്സിലേക്ക് ജയിക്കാതെ പോകേണ്ടി വരിക. ആ കുട്ടികൾ എങ്ങനെയാണ്, ആ കുട്ടികളുടെ പൊതുസമൂഹത്തിൽ ആ കുട്ടികളുടെ ഘടന എന്താണെന്ന് നമുക്ക് നോക്കിയാൽ അതിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട 4.3% കുട്ടികളാണ് ഈ 1,20,000. SC വിഭാഗത്തിലെ 18.3% കുട്ടികളാണ്. ആദ്യത്തെ ഡിയിലാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഒരു D എന്ന വിഭാഗത്തിൽ. Dയും Cയും കൂടെ കൂട്ടുന്ന സമയത്ത് ഈ ജനറൽ വിഭാഗത്തിലെ 16% കുട്ടികൾ വരും. അതായത് ഈ
1,20,000 എടുക്കുന്ന സമയത്ത് SC വിഭാഗത്തിലെ 45.6% കുട്ടികൾ വരും. ST വിഭാഗത്തിലെ 62.5% കുട്ടികളും തോറ്റ് വിദ്യാഭ്യാസ പ്രക്രിയക്ക് പുറത്താവും എന്നർത്ഥം. OBCക്കാരായിട്ടുള്ള 27.5% ആളുകളും OECക്കാരായിട്ടുള്ള 32.4% ഇങ്ങനെ തോൽക്കുന്ന വിഭാഗത്തിലായിരിക്കും ഉൾപ്പെടുക. എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് നമുക്ക് പറയാവുന്നത് 30% മാർക്കില്ലാതെ അടുത്ത വർഷം നമ്മൾ 8ാം ക്ലാസ്സിൽ നിന്ന് ഡീറ്റൻഷൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒക്കെ ജാതീയമായിട്ടും ഒക്കെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന നൂറ്റാണ്ടുകളായിട്ട് വലിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസം നേടാൻ പോലും ഇല്ലാതിരുന്ന ഒരു വലിയ ജനവിഭാഗം കുട്ടികളാണ് അർഹതയില്ലാതെ പുറത്തു പോകാൻ പോകുന്നത്. അതിൻ്റെ ലക്ഷ്യം സീറ്റുകളോട് ഒഴിഞ്ഞ് കിടന്നാൽ പോലും STക്കാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ല ചേരാൻ, SCക്കാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ല, അങ്ങനെ പിന്നാക്കക്കാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ല. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ 2 മുഖങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിന്. ഒന്ന് അതിൻ്റെ നമ്മൾ കേരളത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും ഒന്ന് സാർവലൗകികമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്, ഇക്വിറ്റിയാണത്, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളതാണ്. രണ്ടാമത് അതിൻ്റെ ക്വാളിറ്റിയാണ്, ഗുണപരമായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഗുണത്തിന് വേണ്ടിയിട്ട് ക്വാളിറ്റി നിർബന്ധമായിട്ടും വേണ്ടതാണ്. നമുക്ക് ക്വാളിറ്റി മെച്ചപ്പെടുത്താനുള്ള പണി നമ്മൾ ചെയ്യണം. പക്ഷേ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇക്വിറ്റിയെ ഇല്ലാതാക്കുന്നത് കേരളം പോലൊരു സംസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടന്ന സമരവും പഞ്ചമിയുടെ കഥയും ഒക്കെ നമുക്കറിയാം. നൂറ്റാണ്ടുകളായിട്ട് നടന്ന പോരാട്ടത്തെയും സമരത്തെയും ഒക്കെ പിറകോട്ടടിപ്പിക്കുന്ന ഒരു നയമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന വിഭാഗത്തിലെ കുട്ടികളായിരിക്കും ഇങ്ങനെ മാറിപ്പോകുന്നത് എന്നർത്ഥം. അപ്പോൾ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്നത് കേരളത്തിൻ്റെ എല്ലാ കാലത്തും ചർച്ചയാണ്. കഴിഞ്ഞ ഒരു 200 വർഷമായിട്ടെങ്കിലും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനെ കുറിച്ചിട്ട് വലിയ നമുക്ക് കൺസേൺ ഉണ്ട്, പരിഗണനയുണ്ട്. അത് അത്യാവശ്യമാണ്. 2021 കണക്ക് അനുസരിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ മൊത്തം കുട്ടികളിൽ 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളിൽ 74%-ലധികവും സ്റ്റേറ്റ് സിലബസിലാണ് പഠിക്കുന്നത്. അതായത് എയ്ഡഡ് സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളടക്കം. അൺഎയ്ഡഡ് സ്കൂളുകളിലെ സ്റ്റേറ്റ് സിലബസ് സ്വീകരിച്ചിരിക്കുന്ന കുട്ടികളെ കൂടി നമ്മൾ കണക്കിലെടുത്താൽ ഏകദേശം 80.15% കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലുള്ള ഫോളോ ചെയ്ത് പഠിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ 80.15% കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലെ ഗുണം എന്ന് പറയുന്നത്, ഗുണപരമായിട്ടുള്ള മുന്നേറ്റം എന്ന് പറയുന്നത്, ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ യാതൊരു വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാൻ പറ്റില്ല. സാമൂഹ്യമായിട്ടുള്ള ഗുണത്തിന് വേണ്ടിയുള്ള സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുണ്ടായിരിക്കണം, രക്ഷിതാക്കളുടെ ഇടപെടലുണ്ടായിരിക്കണം, അധ്യാപകരുടെ ഇടപെടലുണ്ടാവണം, സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും വേണം. പക്ഷെ അത് തോൽപ്പിച്ചുകൊണ്ടല്ല നേടേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ 1961-62 കാലത്താണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ആ കാലത്തെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ അന്നത്തെ സമ്പ്രദായം 1ാം ക്ലാസ് മുതൽക്കേ നമ്മൾ തോൽക്കാൻ തുടങ്ങും. അപ്പം എൻ്റെ കൂടെ പഠിച്ച 1ാം ക്ലാസ്സിൽ ചേർന്ന 10% കുട്ടികൾ പോലും എൻ്റെ കൂടെ 10ാം ക്ലാസ്സിലില്ല. പലരായിട്ട് തോറ്റ് അപ്പോൾ ആ തോറ്റവരൊന്നും പിന്നെ ജയിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കല്ല. അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരൊക്കെ വിദ്യാഭ്യാസം നിർത്തി വേറെ പല പണിക്കും ഒക്കെ പോകുന്നവരാണ്. ഇതിൻ്റെ നമുക്ക് 76 മുതൽക്കുള്ള ഒരു കണക്ക് നമുക്ക് ലഭ്യമാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്. അതനുസരിച്ചിട്ട് 34% കുട്ടികളാണ് 10ൽ പരീക്ഷ എഴുതിയത്. അതായത് 100 കുട്ടികൾ ചേരുന്നുണ്ടെങ്കിൽ 34 കുട്ടികളാണ് 10ാം ക്ലാസ്സിൽ എത്തിയത് 74. ആ 10ാം ക്ലാസ്സിൽ എത്തിയ കുട്ടികളിൽ അതിൽ 20 മുതൽക്ക് 25 മുതൽക്ക് 30% വരെയാണ് അന്നത്തെ വിജയ ശതമാനം. എന്ന് വെച്ചാൽ 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നിട്ട് 10.2% മാത്രമാണ് ജയിച്ചവർ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് യോഗ്യതയുള്ളവരായിട്ട് തിരഞ്ഞെടുത്തത്. ബാക്കി 90% ആളുകളും കൊഴിഞ്ഞുപോയതാണെന്ന് അർത്ഥം. ഒരു പ്രക്രിയയിൽ നിന്ന്, വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് തോറ്റുപോയവരോ ഇടയ്ക്ക് കൊഴിഞ്ഞുപോയവരോ ആണ് എന്നർത്ഥം. ഇത് 83-84 കാലത്തേക്ക് ഇത് 11.4% ആയിട്ട് വരുന്നുണ്ട് വിജയം. അപ്പോഴും 89% പുറത്താണ് പോകുന്ന അർത്ഥം. ഇങ്ങനെ 25% മുതൽക്ക് 30% വരെ ജയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചേർന്നതിൽ നിന്ന് 10% മാത്രം വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ പുറത്തു വരികയും ബാക്കി ആൾക്കാർ മുഴുവൻ തോറ്റ് പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന് വേണ്ടത്, നമ്മൾ വിദ്യാഭ്യാസത്തിൽ എന്താണ് വേണ്ടത്? കുട്ടികളുടെ കഴിവ് ഉയർത്തിക്കാട്ടുകയാണ് വേണ്ടത്. കുട്ടികൾ നീ ഒന്നിനും കൊള്ളില്ല, നീ ഒന്ന് മണ്ടനാണ്, തിരുമണ്ടനാണ്, നിനക്ക് ഒരു വിവരമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്.
കുട്ടികളുടെ എല്ലാ കുട്ടികളും കഴിവുള്ളവരാണ്, യാതൊരു സംശയവുമില്ല. ചില കുട്ടികൾക്ക് എഴുതാനുള്ള കഴിവ് കുറച്ച് മോശമായിരിക്കാം. അവരൊരു പക്ഷേ നന്നായിട്ട് വർത്തമാനം പറയുന്നവരായിരിക്കാം, ലോകത്തുള്ള പല കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കാം, ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട്, പാട്ടുമായിട്ട് ബന്ധപ്പെട്ട്, അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട്, സാമൂഹ്യ സേവനങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അത്തരം കുട്ടികളെ എഴുതാനുള്ള ചെറിയ ഒരു തടസ്സത്തിൻ്റെ പേരിൽ നമ്മൾ അരിച്ച് പുറത്താക്കി കളഞ്ഞാൽ സമൂഹത്തിന് തന്നെയാണ് വലിയ നഷ്ടം അതുകൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നിലവിലുള്ള കഴിവുകളെ ഉയർത്തി കാണിക്കുക, അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മൂല്യനിർണ്ണയം കഴിഞ്ഞാൽ. രണ്ടാമത്തത് പോരായ്മകൾ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അത് പരിഹരിക്കുന്നതിന് കുട്ടികളെ കൂടെ പങ്കാളികളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് കുട്ടികൾക്ക് പിന്തുണ നൽകുകയാണ് വേണ്ടത്. അവരെ നമ്മൾ കൂടെ പിടിച്ച് നിർത്തിയിട്ട് അവരെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് വേണ്ടത്. നിരന്തര മൂല്യനിർണ്ണയം എന്ന് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നതാണ്. എന്താണ് നിരന്തര മൂല്യനിർണ്ണയം? നിരന്തര മൂല്യനിർണ്ണയം എന്നതിനെപ്പറ്റി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് പോലും വലിയ ധാരണയൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത്, അധ്യാപകരോട് വളരെ സ്വകാര്യമായിട്ടോ അല്ല നമ്മൾ ചോദിച്ചാൽ മനസ്സിലാവും, അധ്യാപകർക്ക് മുകളിൽ നിന്ന് കൊടുക്കുന്ന ഫോറം പൂരിപ്പിക്കാനേ സമയം കിട്ടുന്നുള്ളൂ. അധ്യാപകരുടെ പണിയെടുത്ത ആൾക്കാർക്കറിയാം. ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഈ ഡാറ്റ ഫില്ല് ചെയ്യലാണ് അവരുടെ പ്രധാനപ്പെട്ട പണി. മൂല്യനിർണ്ണയത്തിൽ പിറകപ്പെട്ടോ പോയ ആൾക്കാർ, പിന്നെ മെച്ചപ്പെട്ട ആൾക്കാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട എന്താണ്? ഒരു മൂല്യനിർണ്ണയം നടത്തി ഇപ്പോൾ ഒരു ക്ലാസ്സിലെ ടീച്ചർക്ക് അറിയാം ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവരുടെ 40 കുട്ടികളുടെ ക്ലാസ്സിൽ ഏതൊക്കെ കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് അവർക്കറിയാം. അതിൻ്റെ ഡാറ്റ എടുത്തിട്ട് മുകളിലേക്ക് പിന്നെയും കൊടുക്കുകയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ആ കുട്ടികളിൽ, അവരുടെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അത് പരിഹരിക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ അത് ടീച്ചർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ രക്ഷിതാക്കന്മാരുടെ PTA സഹായം വേണ്ടി വരും, പൊതുസമൂഹത്തിൻ്റെ സഹായം വേണ്ടി വരും. അങ്ങനെയൊക്കെ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ തന്നെ പിന്നെ ഒരു പരിശീലനത്തിന് പോയ സമയത്ത് നിരന്തര മൂല്യനിർണ്ണയത്തെക്കുറിച്ചൊരു പരിശീലനത്തിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കുറേ കോളങ്ങളുള്ള 10-35 കോളങ്ങളുള്ള ഒരു പട്ടികയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള അധ്യാപകർ അതിനെ ചോദ്യം ചെയ്തു. നിരന്തര മൂല്യനിർണ്ണയം എന്നുള്ളത് നിലവിലുള്ള അവസ്ഥയെ പട്ടികപ്പെടുത്തിയിട്ട് അത് മുകളിലേക്ക് അറിയിക്കാനുള്ള ഒരു സംവിധാനമല്ല. അത് വളരെ ലളിതമായിട്ട് ക്ലാസ് മുറിയിൽ വെച്ച് നടക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അക്ഷരം ഇപ്പോൾ നമ്മൾ 1-ാം ക്ലാസ്സിൻ്റെ പുതിയ പാഠപുസ്തകത്തിലാണെങ്കിൽ പട 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 പറവകൾ പാറി എന്നൊരു പാട്ട് ആദ്യം പാടുന്നു. ടീച്ചറും കുട്ടികളും കൂടെ പറവകളായിട്ട് പാറി നടക്കുന്നു. അവിടെ ടീച്ചറുടെ ബാഗിൽ നിന്ന് ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു, ഇത് പറവകളാണെന്ന് പറയുന്നു. കുട്ടി ആകാംക്ഷയോടെ നോക്കുന്നു, പല പല പറവകളുടെ പേര് പറയുന്നു, പക്ഷികളുടെ പേര് പറയുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു. അവസാനം ഒരു കിളിയെ ടീച്ചർ പുറത്തെടുക്കുന്നു. ഈ ചിത്രമൊക്കെ വരച്ചു കഴിഞ്ഞതിന് ശേഷം ടീച്ചർ പട എന്ന് ബോർഡിൽ എഴുതി. ഇനി നമുക്കൊന്ന് എഴുതി നോക്കിയാലോ, എങ്ങനെയാണിത് എഴുതിയത് എന്ന് പറഞ്ഞ് ടീച്ചർ അതിൻ്റെ താഴെ പാ എന്ന് എഴുതുന്ന അതിൻ്റെ ചെറിയ തലയുണ്ടാക്കി നീട്ടത്തിൽ വരച്ചു മുകളിലേക്ക് കയറ്റി പാ എന്നും ഡാ എന്നും എഴുതുന്നത് അതിൻ്റെ ഗ്രാഫിക് രീതി പരിചയപ്പെടുത്തിക്കൊണ്ട് വിശദമായിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് എഴുതി നോക്കിയേ എന്ന് പറഞ്ഞ് കുട്ടികളോട് പറയുന്നു. 40 കുട്ടികളുടെ ഒരു ക്ലാസ്സിലാണെങ്കിൽ ഒരുപക്ഷെ 10-25 ആൾക്കാർ ഒറ്റയടിക്ക് അത് എഴുതിയിട്ടുണ്ടാവും. രണ്ടാമത് ഒരിക്കൽ കൂടെ ടീച്ചർ കുട്ടികൾക്ക് പിന്തുണ നടത്തി അവരുടെ കൂടെ പോയി അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് പരിഹരിച്ച് പിന്നെയും ശ്രമിച്ചാൽ ഒരുപക്ഷെ 5 കുട്ടികൾ വീണ്ടും പ്രശ്നം ഉണ്ടാവും. ആ 5 കുട്ടികൾക്ക് ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന ചിത്രം വരയ്ക്കലും കളിയും എഴുത്തുമല്ലാതെ വേറെ എന്ത് തന്ത്രം ഉപയോഗിച്ചാലാണ് ഈ അവസാനത്തെ 5 കുട്ടികളെയൊക്കെ കൂടി ഈ അക്ഷരം എഴുതാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ടീച്ചർ അല്ലെങ്കിൽ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ഗവേഷണം നടത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള ഇടപെടലാണ് നിരന്തര മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. അല്ലാതെ ഓരോ ദിവസവും നമ്മൾ ഈ കണക്കെടുത്തിട്ട് മുകളിലേക്ക് കൊടുക്കലല്ല. അത് ഓരോ ക്ലാസ്സിലും ഓരോ വിഷയത്തിലും നിരന്തര മൂല്യനിർണ്ണയം നടത്താനുള്ള വലിയ സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടി ഇരിക്കുന്നു. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? വിലയിരുത്തിയ ഒരു പരീക്ഷ കഴിഞ്ഞു, ഒരു ഉത്തരക്കടലാസ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. കുട്ടികളെ പറ്റുന്നതിൻ്റെ മാക്സിമം അപമാനിച്ച് 10 മാർക്ക് കിട്ടിയവനെ നാട്ടിലെ ആൾക്കാരുടെ മുമ്പിൽ മുഴുവനും വിളിച്ചു വരുത്തി അവനെ കളിയാക്കി. ഇപ്പോൾ മിക്കവാറും എല്ലാ അധ്യാപകരായി ചെയ്യുമെന്ന് തോന്നുന്നില്ല, കുറേയൊക്കെ അത് മാറിപ്പോയിട്ടുണ്ടോ. പണ്ടത്തെ ഒരു രീതി അങ്ങനെയാണ്. അവനിനി ഒരിക്കലും പരീക്ഷയ്ക്ക് എഴുതാൻ തോന്നാത്ത തരത്തിൽ അവനെ കളിയാക്കി 10 മാർക്കിൻ്റെ ഈ ക്വസ്റ്റ്യൻ 100 മാർക്കിൽ 10 മാർക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പർ തിരിച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു കുട്ടി 100 മാർക്കിൻ്റെ ഒരു കുട്ടിക്ക് ഇത്രയും കാലം മറ്റെല്ലാ കുട്ടികളെ പോലെ പഠിച്ചിട്ട് 10 മാർക്കേ കിട്ടിയിട്ടുള്ളെങ്കിൽ എന്തുകൊണ്ട് 10 മാർക്കാണ് കുട്ടിക്ക് കിട്ടിയെന്ന് പരിശോധിക്കാനും ആ 10 മാർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് കുട്ടിയും അധ്യാപകരും കുട്ടിയുടെ രക്ഷിതാക്കളും പൊതുസമൂഹവും ഒക്കെ കൂട്ടായിരുന്ന് ആലോചിച്ചിട്ട് പുതിയ ഡിവൈസ് കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ മൂല്യനിർണ്ണയത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ക്ലാസ് ടെസ്റ്റുകൾ നടക്കുന്നത്. അല്ലാതെ അത് പറയാൻ വേണ്ടി നമ്മളിപ്പോൾ സാധാരണ ജീവിതത്തിലെ ഉദാഹരണം നമുക്ക് നോക്കിയാൽ മതിയല്ലോ. ഞാനിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയാണ്.
സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് സാമ്പാറിൽ ഉപ്പ് കുറവായി എന്നുള്ളതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയ ആളെയും സാമ്പാറിനെയും തോൽപ്പിക്കുകയാണോ ചെയ്യുക? അതല്ലെങ്കിൽ സാമ്പാർ തിളച്ച് വരുന്ന സമയത്ത് അത് ലേശം കയ്യിൽ വെച്ച് നാവിൽ വെച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പ് ഇടുകയാണോ ചെയ്യുക? ഈ രണ്ടാമത് ഈ ലേശം ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ ഇളക്കലാണ് ഈ നിരന്തര മൂല്യനിർണ്ണയത്തിലെ നമ്മൾ ചെയ്യുന്ന കാര്യം. അത് പരിഹരിക്കലാണ് പ്രശ്നം. അങ്ങനെ ഓരോ ഘട്ടത്തിൽ നമ്മൾ കൃഷിയാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു വിത്ത് മുളച്ച് വരുന്ന സമയത്ത് അതിനൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായാൽ എന്താ വെച്ചാൽ നമ്മളത് പരിഹരിക്കുകയാണ് ചെയ്യുക. അതൊരു ഭാഗത്തേക്ക് ഒടിഞ്ഞു തോന്നുന്നു, ഒരു കമ്പ് കുത്തി അതിന് കെട്ടിയിടും. അതാണ് നിരന്തര മൂല്യ നിർണ്ണയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ പാടത്ത് കൃഷി നടക്കുന്ന സ്ഥലത്ത് പോയി നോക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓരോ ചെടിയും നല്ല നിലയിലല്ലേ നിൽക്കുന്നത്? ഏതെങ്കിലും കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ചെടിയുടെ മുരട്ട് മണ്ണില്ലാത്തതുണ്ടോ? നനവില്ലാതെ വരണ്ടു പോയിട്ടുണ്ടോ? ഇതൊക്കെ നോക്കി നിരന്തരം അത് പരിഹരിക്കലാണ് ഒരു കൃഷിക്കാരൻ ചെയ്യേണ്ട പണി. അതാണ് നിരന്തര മൂല്യനിർണ്ണയം. അതുതന്നെയാണ് സ്കൂളിൽ നടക്കേണ്ടത്, നിരന്തര മൂല്യനിർണ്ണയത്തിലൂടെ. അല്ലാതെ കുറേ മാസങ്ങൾ കഴിഞ്ഞ് വിളവെടുക്കാൻ സമയത്ത് വിളവില്ലാത്ത സാധനമൊക്കെ മുഴുവൻ വലിച്ചു കളയുന്നതല്ലല്ലോ കൃഷിക്കാരൻ ചെയ്യുക. ഈ പ്രക്രിയയാണ് നമ്മളെ സ്കൂളിൽ. അപ്പോൾ പ്രക്രിയ പ്രധാനമാണ് എന്നർത്ഥം. ഒരു പാഠം നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഏതൊക്കെ പ്രക്രിയയിലൂടെയാണ്? ചിത്രം വരച്ചിട്ടായിരിക്കാം, അഭിനയിച്ചിട്ടായിരിക്കാം, എഴുതിയിട്ടായിരിക്കാം, പറയിപ്പിച്ചിട്ടായിരിക്കാം. അങ്ങനെ പല പല പ്രക്രിയയിലൂടെയാണ് ഒരാശയം അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ഒരു ശേഷി, ഗണിതത്തിൻ്റെ ഒരു ശേഷി അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു ശേഷി കുട്ടിക്ക് കൊടുക്കുന്നത്. അതിനുള്ള പ്രക്രിയകൾ നിരന്തരമായിട്ട് മെച്ചപ്പെടുത്തി. എല്ലാ കുട്ടികൾക്കും ഒരേ പ്രക്രിയ ചിലപ്പോൾ മതിയാവുണ്ടാവില്ല. അത് നിരന്തരമായിട്ട് മെച്ചപ്പെടുത്തി കുട്ടികളെ ഒരേ തരത്തിൽ കൊണ്ടുപോകലാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എൻ്റെ അമ്മ പുട്ടിൻ്റെ പൊടി ഇടിക്കുന്ന സമയത്ത് പണ്ട് ഈ ഉരലിലിടിക്കുക ചെയ്യുക, പച്ചരി. അപ്പോൾ ഉരലിലിടിക്കുന്ന സമയത്ത് അമ്മ എന്താ ചെയ്യാറ്? ഇടിക്കും, പിന്നെ തരിക്കും. തരിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഇടിക്കും, പിന്നെയും തരിക്കും. അവസാനത്തെ തരി ഉണ്ടല്ലോ, അത് പുട്ടിലേക്ക് തന്നെ ഇട്ടേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് ചോദിക്കും, അമ്മ എന്നാൽ പിന്നെ എന്തിനാ അമ്മ തരിക്കുന്നത്? തരിച്ചിട്ട് ആ തരിയുള്ള കേടുള്ള എടുത്ത് കളയല്ലേ ചെയ്യുക, പിന്നെന്തിനാ അത് പുട്ടിലേക്ക് ഇടുന്നത്? അപ്പോൾ അമ്മ പറയുന്നൊരു മറുപടി ഉണ്ട്, കുറച്ച് തരി പുട്ടിൽ ആവശ്യമുണ്ട്. ശരിയാവണമെങ്കിൽ കുറച്ച് തരി ആവശ്യം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് തരിക്കാതെ ഇട്ടുവിടാന്ന് വെച്ചാൽ അമ്മ പറയും, തരിക്കാതെ ഇട്ടാൽ ബാക്കിയുള്ളതിൻ്റെ ചിലത് മുഴുവൻ മണി അരി ഉണ്ടാവും, ചിലത് പകുതി മുറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഒരു എല്ലാ തരിയും കൂടെ ഒരു ചെറിയ വലുപ്പത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് തരിക്കുന്നത്. ഇത് വിദ്യാഭ്യാസ പ്രക്രിയക്കും സാക്ഷരതാ പ്രവർത്തനത്തിനൊക്കെ ഇത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സാക്ഷരതാ പ്രവർത്തനം ഞങ്ങൾ സാക്ഷരതൻ്റെ രംഗത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തിയപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പല ആൾക്കാരും പറയും, ഇതാ അപ്പുറത്തെ വേട്ടുവോടം കുന്നിനുള്ള ഗോപാലേട്ടൻ ഉണ്ടല്ലോ, ഗോപാലേട്ടന് കൈക്ക് സ്വാധീനമല്ലേ, അയാൾ കിടപ്പിലാണ്, ഗോപാലേട്ടൻ എഴുതാൻ പഠിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ 100% പ്രഖ്യാപിക്കുക എന്നൊക്കെ ചോദിച്ചാളേ. ഒരു സമൂഹത്തിലെ 100% ആളുകളെ സാക്ഷരരായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ 100% എന്ന് പറഞ്ഞാൽ ലിറ്ററലി 100% അല്ല, അങ്ങനെ സാധ്യമല്ല. അതിൽ വയ്യാത്തവരുണ്ടാവും, കിടപ്പിലായവരുണ്ടാവും, രോഗികളുണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊരു 90%-ത്തിലൊക്കെ മേറെ വന്നു കഴിഞ്ഞാൽ അത് 100%-ത്തിന് സമമാണ്. അതേപോലെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ, ഒരു സാമൂഹ്യമായ വിദ്യാഭ്യാസ പ്രക്രിയയിൽ എല്ലാ ആൾക്കാരും ഒരേപോലെ എഴുതാനും വായിക്കാനും എല്ലാറ്റിനും ശേഷി നേടിക്കൊള്ളുന്നില്ല. കുറച്ച് ആൾക്കാരൊക്കെ അതിന് പറ്റാത്തവരുണ്ടാവും, ഭിന്നശേഷിക്കാരുണ്ടാവും. അവരെ കൂടെ പരിഗണിച്ചിട്ട് എന്തു വേണം? അവർ ഈ സമൂഹത്തിന് ആവശ്യമാണ്, അവരെ പുറന്തള്ളേണ്ടവരല്ല. അവരെന്തു വേണം? അവർ ഈ പ്രക്രിയയിലൂടെ കടന്നു പോകണം. ഈ 10 വർഷം സ്കൂളിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ അവർ കടന്നു പോയാൽ, അവരെഴുതിയിട്ടില്ലെങ്കിൽ പോലും ആ ക്ലാസ്സിൽ അവർ ഇരുന്നാൽ അവർക്ക് അല്ലാതെ കിട്ടുന്ന ഒരു അറിവുണ്ട്. ആ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു അറിവുണ്ട്. അതുപോലും പ്രധാനമാണ് പല ആളുകൾക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്.